അവശിഷ്ടം അല്പസമയത്തിനുള്ളിൽ നെടുമ്പാശ്ശേരി എയർപോർട്ടിലെത്തുന്നതാണ്. സ്റ്റേറ്റ് ഗവൺമെൻറ്, സെൻട്രൽ ഗവൺമെൻറ് ഇവിടെ സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട്. കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ച് പ്രവാസി എന്ന് പറയുന്നത് ഒരു വലിയ ആദരിക്കപ്പെടുന്ന ഒരു സമൂഹമാണ് പ്രവാസി സമൂഹം. അതിൽ ആളെണ്ണം അല്ല, ഒരാളാണെങ്കിൽ പോലും കേരളത്തിൻ്റെ സാമ്പത്തികാവസ്ഥയ്ക്ക് വലിയ ഒരു സാധ്യത തുടങ്ങി വെച്ച് അതിന്നും ഇരട്ടിയായി വളർന്നുകൊണ്ടിരിക്കുന്ന സാമ്പത്തിക രംഗത്തെ ശക്തിപ്പെടുത്തുന്ന സംഭാവന നടത്തിക്കൊണ്ടിരിക്കുന്ന വലിയ ഒരു സമൂഹമാണ് പ്രവാസി സമൂഹം. ഒരു ചെറിയ പോറിലേക്കാൾ നമുക്ക് വേദനിക്കുന്നു എന്നുള്ളതിന് തെളിവാണ് കേരളം മൊത്തം, ഭാരതം. ഇതുകൊണ്ട് ബാധിക്കപ്പെടാത്ത സംസ്ഥാനങ്ങളും ജില്ലകളുമൊക്കെ ഈ ദുഃഖം അവരുടെ ദുഃഖമായി ഏറ്റെടുത്തുകൊണ്ട് ഇന്ന് ആ ദുഃഖാചരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ മലയാളി സഹോദരങ്ങളുടെ ദേഹവിയോഗത്തിൽ അവരുടെ ദുഃഖത്തിൽ പങ്കുചേരുന്ന വലിയ മലയാളി സമൂഹത്തിൻ്റെ കൂടെ പങ്കുചേരുന്ന ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. ഈ സമയത്ത് അങ്ങനെയുള്ള വിവാദങ്ങൾക്കൊന്നും ഒരു സ്ഥാനവുമില്ല. നിങ്ങളിതിൽ രാഷ്ട്രീയം കാണും. ഓരോ പോസ്റ്റിനും ഓരോ ഡെസിഗ്നേഷനാണ്, അവർക്കോരോ ചുമതലകളാണ്. അത് കൃത്യമായി രാജ്യത്തിൻ്റെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്ട്രി എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നിയോഗിക്കപ്പെട്ടിട്ടുള്ളത്. ഇതുപോലെ തന്നെ അനേകം ആ വിഷയങ്ങളിലൊക്കെ സ്റ്റേറ്റുകൾക്ക് നിങ്ങൾ പലപ്പോഴും മുറവിളി കൂട്ടുന്ന കോഓപ്പറേറ്റീവ് ഫെഡറലിസത്തിൻ്റെ സ്ട്രക്ചറിനകത്ത് നിന്നുകൊണ്ട് മാത്രമാണ് അതിനുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. ഞാൻ ഡോക്ടർ എസ് ജയശങ്കറിൻ്റെ കൃത്യമായ സമയബന്ധിതമായ ഒരു നടപടി സ്വീകരിക്കലിനെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ചുമതലയാണ്. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ മിനിസ്ട്രിയും അത് കൃത്യമായി ചെയ്തിട്ടുണ്ട്. ഇവിടെ MOS അവിടെ ചെന്ന് നിന്ന് കാര്യങ്ങളെല്ലാം ചെയ്യുന്നു. അല്ല എന്ന് പറഞ്ഞതിൻ്റെ അവകാശം, ആവശ്യം അവരുടേതാണെങ്കിൽ അവർക്കങ്ങനെ വിചാരിക്കും. പക്ഷേ രാജ്യത്തിൻ്റെ ആവശ്യം നിർവഹിക്കാൻ വേണ്ടി നിയോഗിക്കപ്പെട്ടുള്ളവർ അത് കൃത്യമായി ചെയ്തിട്ടുണ്ട്. അതിലെന്തെങ്കിലും വീഴ്ച വന്നെങ്കിൽ നിങ്ങൾ ചോദ്യം ചെയ്യും. മലയാളിയല്ലല്ലോ, അവരെല്ലാം ഭാരതീയരാണ്, ഭാരതത്തിൻ്റെ മക്കളാണ്. ഒരു രാജ്യം വിട്ട് പുറത്ത് പോയി കഴിഞ്ഞാൽ ഭാരതത്തിൻ്റെ പാസ്പോർട്ടിലാണ് പോകുന്നത്. ഭാരതമാണ് പിന്നെ അവരുടെ ജീവനും അവരുടെ സ്വത്തിനും അവരുടെ ജീവനത്തിനും ഉത്തരവാദികൾ. ഭാരതം അത് കൃത്യമായി ചെയ്തിട്ടുണ്ട്. അങ്ങനല്ലേ കോൺസ്റ്റിറ്റ്യൂഷണൽ സ്ട്രക്ചർ? അതല്ലാതെ നിങ്ങൾ സ്ഥാപിക്കുകയും പറയും, അതൊക്കെ കൃത്യമായി ചെയ്തിട്ടുണ്ട്. വെറുതെ അനാവശ്യമായ ഒരു കോൺട്രവേഴ്സിയൊന്നും ഉണ്ടാകും. വേഗത്തിലായില്ല. നിങ്ങൾക്ക് ഇതിനകത്ത് കാലതാമസം വന്നു എന്ന് പറഞ്ഞു നിങ്ങൾക്ക് എന്താണ് ഇതിനകത്ത് കുറ്റം പറയാനുള്ളത്? ഞാൻ മനസ്സിലാക്കുന്നത് ഇഷ്ടമറ്റ രീതിയിൽ ഒരു വിമർശനത്തിനും ഇടം നൽകാത്ത രീതിയിൽ സത്വരമായ നടപടി ഉത്തരവാദപ്പെട്ട ഒരു മിനിസ്റ്റർ സ്വീകരിക്കുന്നുണ്ട്. ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി ആ നിമിഷം മുതൽ ഓൺലൈൻ കണക്റ്റിലാണ്. എല്ലാം അദ്ദേഹം നേരിട്ട് തന്നെയാണ് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. അതവർ പറഞ്ഞോട്ടെ. അവർ പറയാൻ പാടില്ല എന്ന് പറയാൻ എനിക്ക് അവകാശമില്ല. അതവർ പറഞ്ഞോട്ടെ, ജനങ്ങൾക്ക് മനസ്സിലാവും. ഈ സമയം അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ചർച്ച ചെയ്യേണ്ട നിമിഷമല്ല.